മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ ശ്രീഹരിയം 10 ദശകം എന്നാലാവും വിധം പാരായണം ചെയ്തു. ഓരോ ദശകത്തിനും 4 വരി എന്ന രീതിയിൽ 400 ശ്ലോകങ്ങളടങ്ങിയ അദ്ദേഹത്തിൻ്റെ ലഘുശ്രീഹരിയത്തിൽ നിന്ന് 1 മുതൽ 10 ഉൾപ്പെടെയുള്ള ദശകങ്ങൾ പാരായണം ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ തൻ്റെ സാന്ദ്രാനന്ദ സ്വരൂപത്തെ ഗുണമേറും വണ്ണം ഭംഗ്യാ വർണ്ണിച്ചിടുന്നു. സർവദേവദേവനാകും ഭഗവാനെ ഭജിക്കണം, സർവജനത്തിനോടും പട്ടേരി ചൊല്ലുന്നു. ഭഗവാന്റെ സ്വരൂപത്തിൻ മാധുര്യത്തെയും ഭഗവത് ഭക്തി തന്നൂടെ മഹാത്മ്യത്തെയും ഭക്തിപൂർവം പാടിയിടുന്നു ഭക്തജനതതിക്കായി. ഭക്തിയേറും ചിത്താദ്രതയ്ക്കായി പ്രാർത്ഥിക്കൂ. വായുപൂരി വാണിടുന്ന വിശ്വരൂപനോടു വിപ്രൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ഭക്തിയുണ്ടാവാൻ. വന്ദനവും നമസ്കാര പൂജാദിയും ചെയ്തിടുവാൻ വാസുദേവ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. യമനിയമാദികളാം അഷ്ടാംഗയോഗത്തിനാലെ യമോനതന്നാഥൻ തൻ്റെ പാദത്തിലെത്താൻ വിവിധമാം ഉപായങ്ങൾ പറഞ്ഞിടുന്നല്ലോ. പിന്നെ വിവശനാം തന്നെ രക്ഷിക്കാനും പ്രാർത്ഥിപ്പൂ. പ്രളയത്തിൻ കാലശേഷം എല്ലാം നിശ്ചലമായപ്പോൾ പ്രപഞ്ചമോ അണ്ഡം പോലെയായി മാറിനാൻ. പ്രപഞ്ചനാഥനാം ദേവൻ ചൈതന്യത്തെ നിറച്ചപ്പോൾ പ്രപഞ്ചമോ ചലനമുള്ളതുമായല്ലോ. 14 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദേവപാദാദി അവയവങ്ങൾ വർണ്ണിച്ചിടുന്നു. പരമാത്മാ ചൈതന്യത്തിൻ ഈ രൂപത്തെ മനുജരോ പ്രാർത്ഥിക്കണം കർമ്മത്തിൻ്റെ അവസാനത്തിൽ. സത്യലോകെ ബ്രഹ്മദേവൻ നിരവധി വത്സരങ്ങൾ സത്യസ്വരൂപൻ ദേവനെ തപസ്സു ചെയ്തു. സംതൃപ്തനായി ഭഗവാനും തപസ്വിയാം ബ്രഹ്മാവിനു സ്വരൂപദർശനമേകി അനുഗ്രഹിച്ചു. നൈമിത്തിക പ്രളയമായി സകലതും നിശ്ചലമായി വൈകുണ്ഠനാഭിയിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. സ്വയം പ്രകാശിതമായ വേദസമൂഹവുമായി സ്വയംഭുവായി ബ്രഹ്മദേവൻ മിന്നിത്തിളങ്ങി. താമര തന്നുത്ഭവത്തെ കണ്ടതില്ല ബ്രഹ്മദേവൻ, താമരസ്ഥിതനാം ദേവൻ തപം തുടങ്ങി. താമരക്കണ്ണൻ ഭഗവാൻ ബ്രഹ്മമാനം തന്നിൽ മിന്നി താമസമില്ലാതെ സൃഷ്ടി തുടങ്ങിയല്ലോ. ജംഗമങ്ങൾ സ്ഥാവരങ്ങൾ എന്നു വേണ്ട സകലതും ജന്മം കൊണ്ടു ബ്രഹ്മ സൃഷ്ടി വൈഭവത്താലേ. വേദമുണ്ടായി രുദ്രനുണ്ടായി മനുവും ശതരൂപയും വിവാഹിതരായി അവർ ബ്രഹ്മചിന്തയാൽ. നാരായണ 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 ഗുരുവാദേശ.